ഹലോ മൈ ഗായ്സ്. അപ്പം ഇന്ന് വ്യാഴാഴ്ച ആണല്ലോ, പണി മുടക്കായതുകൊണ്ട് സ്കൂളില്ല. അപ്പോൾ മദ്രസയിൽ പരീക്ഷ കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഉമ്മച്ചി പറഞ്ഞു ദോശയാണ്, അപ്പോൾ അതിൽക്കൊന്നും കൂട്ടാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മുട്ട ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. സോ അങ്ങനെ നമ്മൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഫുള്ളുള്ളി. പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. സോ അതൊരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി, കാരണം അരയ്ക്കാനുള്ളതാണല്ലോ. സോ തക്കാളി ഉണ്ട്, വറ്റൽമുളക് ഉണ്ട്, പിന്നെ ഒരു പേരിന് ഇച്ചിരി പുതിന ഇടുന്നുണ്ട്, പിന്നെ 2 വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ ഉള്ളി ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഉള്ളി ഇട്ടു, പിന്നെ ഇതിട്ടു, പിന്നെ ചപ്പ് പൊതിയിട്ട് ഇട്ടു. പിന്നെ എൻ്റെ അടുത്ത് പൊതിന ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ വറ്റൽമുളകിൻ്റെ ഇത് കളയാൻ മറന്നിട്ടുണ്ടായിരുന്നു, നെറ്റി. അങ്ങനെ ലാസ്റ്റ് കളഞ്ഞ് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അരച്ചിട്ടുണ്ട്. സോ നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട്, അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. സോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കാണിക്കാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മുടെ ഒരു അരപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചുറ്റിച്ചൊഴിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ അത് ഒഴിക്കുന്നില്ല. സോ ഓൾറെഡി എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ഒഴിക്കുന്നില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയമായിട്ട് ഫ്ലെയിം വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണി പോകാം. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്, മീഡിയം ആണ്. എൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. സോ അത് കുറച്ച് നേരം വാട്ടണം കേട്ടോ. അങ്ങനെ ഇട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൂട്ടുന്നുണ്ട് സ്റ്റൗവ്. അതിന് ശേഷം ബ്രൈറ്റ്നെസ് ഓരോന്ന് ഇട്ടിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കളേഴ്സ് കാണുന്നത്, അല്ലാതെ ഇത് വാടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് സോസ് ഒഴിക്കുന്നുണ്ട്. കഷ്ടകാലത്തിനപ്പോൾ സോസും കിട്ടുന്നില്ല. അതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് ഒന്നും കൂടെ സോസ് എടുത്തിട്ടാണ് ഞാൻ അതിൽ ഒഴിക്കുന്നത്. സോ അത് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല സോസ്, പിന്നെ ഒരു പേരിന് എങ്ങാണ്ട് ചേർക്കുന്നതാണ്. അങ്ങനെ നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ, ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇച്ചിരി ഇടുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. എനിക്ക് മുളക് പൊടി വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഇടുന്നത്. അങ്ങനെ കുറച്ച് തോരായി പോയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ചും പാടി ഇട്ടു, അഥവാ കുറഞ്ഞു പോയാലും വിചാരിച്ചിട്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാടി വന്ന് കഴിഞ്ഞപ്പോൾ ചട്ടകളോട് മാറ്റി വെച്ചു. ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയും പൊട്ടിച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ ഇതാക്കണ്ടോ, നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ കൈക്കടശ്ശീല വെച്ച് പിടിച്ചിട്ടാണ് ഞാൻ കൂടുന്നുള്ളത്. സോ നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമല്ല. അപ്പം ഞാൻ ദോശയും കൂട്ടി കഴിക്കട്ടെ. ബൈ ബൈ.